കഥയിലെ മുഴുവൻ കാര്യങ്ങളും സാങ്കല്പികമാണ്. കഥ പൂർണ്ണമായും വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ചാനൽ ഒരു വിധത്തിലുള്ള അന്ധവിശ്വാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇരുട്ട് ഒരു കറുത്ത തുണി പോലെ കണ്ണുകളിൽ മൂടിക്കിടന്നു. വിനയ് കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. കൺപോളകൾക്ക് വല്ലാത്ത ഭാരം തോന്നി. അവൻ വലതുവശത്തേക്ക് തിരിയാൻ നോക്കി. വലതുകാലിൻ്റെ ഉപ്പൂറ്റിയിൽ നിന്ന് ഒരു വേദന മുകളിലേക്ക് കയറി വന്നു. മാംസത്തിൽ എന്തോ കുത്തിക്കയറിയതുപോലെയുള്ള വേദന. പതിയെ അവൻ എഴുന്നേറ്റിരുന്നു. ചുറ്റും കൂരിരുട്ടാണ്. കൈകൾ നിലത്തുകുത്തി. ഉണങ്ങിയ കരിയിലകൾ കൈപ്പത്തിക്കടിയിൽ ഞെരിഞ്ഞമർന്നു. പോക്കറ്റിൽ കിടന്ന ഫോൺ അവൻ തപ്പിയെടുത്തു. പവർ ബട്ടൺ അമർത്തി. സ്ക്രീനിലെ വെളിച്ചം കണ്ണുകളെ അലോസരപ്പെടുത്തി. സമയം രാത്രി 8 കഴിഞ്ഞിരിക്കുന്നു. മുകളിലെ സിഗ്നൽ ബാർ പൂർണ്ണമായും ശൂന്യമാണ്. ഒരു വര പോലുമില്ല. ബാറ്ററി 38%. വിനയ് ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. വെളിച്ചം മുന്നിലേക്ക് വീണു. വലിയ മരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, വലിയ പാറക്കൂട്ടങ്ങൾ, എല്ലാം നിശ്ചലമാണ്. ഒരു കാറ്റുപോലുമില്ല. അവൻ ഇരുന്നിടത്തു നിന്ന് പതിയെ എഴുന്നേറ്റു. വലതുകാലിൽ ഭാരം കൊടുക്കാൻ കഴിയുന്നില്ല. പാൻറ്റിൻ്റെ അടിഭാഗം കീറിയിട്ടുണ്ട്. കാൽമുട്ടിന് താഴെ ചെറിയൊരു മുറിവ് കാണാം. അവൻ ചുറ്റും വെളിച്ചമടിച്ചു നോക്കി. എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന് ഒരു രൂപവുമില്ല. കാടിൻ്റെ സ്വഭാവം രാത്രിയിൽ പൂർണ്ണമായും മാറും. പകൽ കണ്ട വഴികൾ രാത്രിയിൽ വെറും മരക്കൂട്ടങ്ങൾ മാത്രമാകും. തെന്മലയ്ക്കടുത്തുള്ള കഴുതുരുട്ടിയിലാണ് അവനിപ്പോൾ ഉള്ളത്. ചരിത്രമുറങ്ങുന്ന 13 കണ്ടറപ്പാലം കാണാൻ കൂട്ടുകാർക്കൊപ്പം വന്നതായിരുന്നു. വൈകുന്നേരം 5 മണി കഴിഞ്ഞിരുന്നു. പാലത്തിൻ്റെ മുകൾ ഭാഗത്തെ വ്യൂ പോയിന്റിലെത്തിയപ്പോൾ നല്ല തിരക്കുള്ള സമയമായിരുന്നു അത്. പാലത്തിൻ്റെ പൂർണ്ണരൂപം ക്യാമറയിൽ പകർത്താൻ അവൻ കൂട്ടുകാരിൽ നിന്ന് കുറച്ച് മാറി നടന്നു. കാടിനുള്ളിലേക്ക് കയറിയാൽ കുറച്ചുകൂടി നല്ല ഫ്രെയിം കിട്ടുമെന്ന് അവന് തോന്നി. നടന്ന് അവൻ ഒരു വലിയ പാറയുടെ മുകളിലെത്തി. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കാൽ തെന്നി. വലിയൊരു കുഴിയിലേക്ക് അവൻ വീണു. കുറ്റിക്കാടുകൾക്കും മരവേരുകൾക്കുമിടയിലൂടെ താഴേക്ക് ഉരുണ്ടുപോയി. എവിടെയോ തലയടിച്ച് ബോധവും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉണരുമ്പോൾ രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു. വിനയ് ഫോൺ ഉയർത്തിപ്പിടിച്ചു. വെളിച്ചം ദൂരേക്ക് എത്തുന്നുണ്ട്. പക്ഷേ എങ്ങോട്ടും വഴികൾ കാണുന്നില്ല. അവൻ പതിയെ നടക്കാൻ തുടങ്ങി. വലതുകാലിലെ വേദന ഓരോ ചുവടിലും അവനെ ബുദ്ധിമുട്ടിച്ചു. കാടിനുള്ളിലെ ഇരുട്ടിന് വല്ലാത്തൊരു കട്ടിയുണ്ട്. സിറ്റിയിലെ ഇരുട്ടുപോലെയല്ല. വെളിച്ചം കുറച്ച് ദൂരത്തിനപ്പുറം പോകില്ല. മരങ്ങളുടെ വലിയ നിഴലുകൾ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ രൂപം മാറിക്കൊണ്ടിരുന്നു. അവൻ നടപ്പ് തുടർന്നു. സമയം 9 മണി കഴിഞ്ഞു. എത്ര ദൂരം നടന്നുവെന്ന് അവന് തന്നെ അറിയില്ല. ഫോണിലെ ബാറ്ററി 20%-ത്തിലേക്ക് എത്തിയിരിക്കുന്നു. വഴിതെറ്റിയെന്ന സത്യം അവൻ മനസ്സിലാക്കി. എങ്ങനെയെങ്കിലും ഒരു റോഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെളിച്ചം കാണുന്ന സ്ഥലത്തോ എത്തണം. ഹൈവേ അടുത്തെവിടെയെങ്കിലും ആവണം. പെട്ടെന്ന് ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചം വലിയൊരു കരിങ്കൽ ഭിത്തിയിൽ തട്ടി നിന്നു. ആകാശം മുട്ടി നിൽക്കുന്ന വലിയൊരു തൂണ്. കരിങ്കൽ അടുക്കി പണിത കൂറ്റൻ തൂണ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ അതിന് സമാനമായ മറ്റൊരു തൂണുകൂടി അവൻ കണ്ടു. മുകളിലേക്ക് നോക്കിയപ്പോൾ വലിയൊരു കമാനം പോലെ അത് വളഞ്ഞു നിൽക്കുന്നു. 13 കണ്ണറ പാലം. പകലവൻ മുകളിൽ നിന്ന് കണ്ട അതേ പാലം. താൻ എത്തിയിരിക്കുന്നത് ആ വലിയ പാലത്തിൻ്റെ താഴെയാണ് എന്ന് അവൻ മനസ്സിലാക്കി. വിനയന് ചെറുതായി ആശ്വാസം തോന്നി. പാലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി ഹൈവേയിലേക്ക് എത്താൻ എളുപ്പമാണ്. അവൻ കരിങ്കൽ തൂണുകൾക്കടിയിലൂടെ മുന്നോട്ട് നടന്നു. അവിടുത്തെ നിലം കുറച്ചുകൂടി നിരപ്പുള്ളതാണ്. കുറ്റിക്കാടുകളും കുറവാണ്. പെട്ടെന്ന് എന്തിലോ അവൻ്റെ കാലുടക്കി. അവൻ താഴേക്ക് നോക്കി. ഇരുമ്പിൽ തീർത്ത വലിയൊരു പാളം. പഴയ റെയിൽവേ ട്രാക്ക്. വലിയ മരത്തടികൾക്ക് മുകളിലായി ഇരുമ്പ് പാലങ്ങൾ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. കരിങ്കൽ ചീളുകൾ അതിനിടയിൽ നിറച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച മീറ്റർ ഗേജ് ലൈൻ. വർഷങ്ങളായി അത് ഉപയോഗത്തിലില്ല. പുതിയ ലൈൻ മുകളിലൂടെയാണ് പോകുന്നത്. ഈ പഴയ പാളത്തിലൂടെ നടന്നാൽ തീർച്ചയായും പുറത്തെത്താൻ പറ്റും. കാടിനുള്ളിലൂടെ ദിശയറിയാതെ നടക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ട്രാക്കിലൂടെ നടക്കുന്നതാണ്. വിനയ് പാളത്തിന് നടുവിലൂടെ നടക്കാൻ തുടങ്ങി. വലിയ ആഞ്ഞിലി മരത്തിൻ്റെ തടികൾ കൊണ്ടാണ് പാലത്തിന് കുറുകെയുള്ള സ്ലിപ്പറുകൾ പണിതിരിക്കുന്നത്. അവയ്ക്കിടയിൽ വലിയ വിടവുകളുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ ചുവടും അവൻ വെച്ചത്. കരിങ്കൽ ചീളുകളിൽ ചവിട്ടുമ്പോൾ കാലിലെ വേദന കൂടുതൽ അറിയുന്നുണ്ട്. ഫോണിലെ വെളിച്ചം പാളത്തിലൂടെ മുന്നിലേക്ക് നീണ്ടു. വലിയ കരിങ്കൽ കമാനങ്ങൾ. താഴെ നിൽക്കുമ്പോൾ അവ കൂറ്റൻ ഗുഹകൾ പോലെ തോന്നി. ഓരോ കമാനത്തിന് താഴെയും കനത്ത ഇരുട്ടാണ്. വെളിച്ചം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മാത്രം
അവിടെയുള്ള രൂപങ്ങൾ വ്യക്തമാകും. അവൻ 3 കമാനങ്ങൾ പിന്നിട്ടു. ഫോണിലെ ബാറ്ററി വീണ്ടും കുറയുന്നുണ്ട്. 4ാമത്തെ കമാനത്തിന് താഴേക്ക് വെളിച്ചം വീണപ്പോൾ അവൻ നിന്നു. പാളത്തിൻ്റെ നടുവിലായി കുറച്ചകലെ എന്തോ ഒന്നിരിപ്പുണ്ട്. അവൻ ഫ്ലാഷ് ലൈറ്റ് അങ്ങോട്ടേക്ക് നീട്ടി. വലിയൊരു മരത്തടി പാളത്തിന് കുറുകെ കിടപ്പുണ്ട്. അതിനു മുകളിലായി ഒരാളിരിക്കുന്നു. വിനയ് കണ്ണുകൾ ഇറുക്കിയടച്ച് തുറന്നു. തോന്നലല്ല, ഒരാൾ തന്നെയാണ്. പുറംതിരിഞ്ഞാണ് അയാളുടെ ഇരിപ്പ്. ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. തലകുനിച്ച് പാളത്തിനിടയിലുള്ള കരിങ്കല്ലുകൾക്കിടയിൽ അയാൾ എന്തോ തിരയുകയാണ്. കൈകൾ വേഗത്തിൽ ചലിക്കുന്നുണ്ട്. അത്രയും വലിയൊരു കാട്ടിൽ ആ പാതിരാത്രിയിൽ മറ്റൊരാളെ കണ്ടപ്പോൾ വിനയന് അത്ഭുതമാണ് തോന്നിയത്. ഹൈവേയിലേക്ക് അധികം ദൂരമുണ്ടാകില്ല. അതുകൊണ്ടാകാം ഈ വഴി ആളുകൾ വരുന്നത്. അവൻ വേഗത്തിൽ നടക്കാൻ ശ്രമിച്ചു. കാലിലെ വേദന കാരണം വേഗത കൂട്ടാൻ കഴിഞ്ഞില്ല. അവൻ അയാളുടെ കുറച്ചുകൂടി അടുത്തേക്ക് എത്തി. അയാൾ അപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല. തൻ്റെ പണിയിൽ തന്നെ മുഴുകിയിരിക്കുകയായിരുന്നു. വിനയ് ഫോൺ ഇടതു കൈയിലേക്ക് മാറ്റി. ചേട്ടാ, അവൻ ഉച്ചത്തിൽ വിളിച്ചു. ആ വിളി കമാനങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. അത് കേട്ടതും ആ രൂപം പെട്ടെന്ന് നിശ്ചലമായി. അയാൾ തൻ്റെ 2 കൈകളും താഴേക്കിട്ടു. നിലത്ത് കുനിച്ചിരിക്കുന്ന ആ രൂപം നിശ്ചലമായി. ചേട്ടാ, റോഡിലേക്കുള്ള വഴി ഏതാണ്? വിനയ് ഉറക്കെ ചോദിച്ചു. അയാൾ പതിയെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. തിരിഞ്ഞു നോക്കാതെ തന്നെ അയാൾ എഴുന്നേറ്റ് നിന്നു. ആ രൂപത്തിൻ്റെ പൊക്കം കണ്ട് വിനയ് ഒന്നമ്പരന്നു. അസാമാന്യമായ ഉയരം, ഏതാണ്ട് 7 അടിയോളം വരും. പഴയ കാക്കി നിറത്തിലുള്ള പാൻസും ഷർട്ടുമാണ് വേഷം. അയാൾ എഴുന്നേറ്റ് നിന്നെങ്കിലും തല ഉയർത്തിയിരുന്നില്ല. തൻ്റെ കാലുകൾക്കിടയിലേക്ക് നോക്കുന്നത് പോലെ തല അപ്പോഴും മുമ്പോട്ട് കുനിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തുമായി അനങ്ങാതെ കിടന്നു. പാലത്തിൻ്റെ വലിയ കമാനത്തിന് താഴെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ആ രൂപത്തിന്മേൽ പതിച്ചു നിന്നു. വിനയ് ഒരു നിമിഷം നിശ്ചലനായി. ആ മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു അസ്വാഭാവികത അവന് തോന്നി. ഇത്രയും ഉച്ചത്തിൽ താൻ വിളിച്ചിട്ടും അയാൾ തിരിഞ്ഞു നോക്കുകയോ ഒരു വാക്കുപോലും മറുപടി പറയുകയോ ചെയ്തില്ല. പകരം യന്ത്രം പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. അതും തല താഴേക്ക് കുനിച്ച്. ചേട്ടാ, വിനയ് വീണ്ടും വിളിച്ചു. ഇത്തവണ അവൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു വിറയലുണ്ടായിരുന്നു. ഞാൻ വഴിതെറ്റി വന്നതാണ്. റോഡിലേക്ക് പോകുന്ന വഴി ഇതല്ലേ? അവൻ ഒരു നിമിഷം കാത്തു. മറുപടിയില്ല. കാറ്റിൻ്റെ ചെറിയൊരനക്കം പോലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. മരങ്ങൾ പോലും അയാളെ അനുകരിക്കും വിധം അനങ്ങാതെ നിന്നു. കാട്ടിലെ സാധാരണ കേൾക്കുന്ന ചിവീടുകളുടെ ശബ്ദം പോലും അവിടെ കേൾക്കാനില്ലായിരുന്നു. വല്ലാത്തൊരു നിശബ്ദത ആ കമാനങ്ങൾക്ക് കീഴെ നിറഞ്ഞു നിന്നു. വിനയൻ്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ചെറിയ രീതിയിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ആ രൂപത്തിൻ്റെ വസ്ത്രങ്ങളിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. കാക്കി നിറത്തിലുള്ള ഷർട്ടിൻ്റെ പല ഭാഗങ്ങളും കീറിയിട്ടുണ്ട്. പാൻറ്റിൽ നിറയെ ചെളി പുരണ്ടിരിക്കുന്നു. കാലുകളിൽ ചെരുപ്പില്ല. വലിയ പാദങ്ങൾ പാളത്തിലെ കരിങ്കൽ ചീളുകളിൽ അമർന്നിരിക്കുന്നു. പെട്ടെന്ന് ആ മനുഷ്യൻ തൻ്റെ വലതുകാൽ മുൻപോട്ട് വെച്ചു. വളരെ പതുക്കെയുള്ളൊരു ചുവട്. പാളത്തിലെ കരിങ്കല്ലിൽ നഗ്നമായ പാദം അമരുന്ന ശബ്ദം കേട്ടു. പിന്നെ അയാൾ പതിയെ വിനയൻ്റെ നേരെ തിരിഞ്ഞു. ശരീരം മുഴുവനായും തിരിഞ്ഞില്ല. അരയ്ക്ക് മുകൾ ഭാഗം മാത്രം ഒരുതരം വിചിത്രമായ രീതിയിൽ വിനയൻ്റെ നേർക്ക് തിരിഞ്ഞു. ഫോണിലെ വെളിച്ചം അയാളുടെ നെഞ്ചിൽ നിന്നും പതിയെ മുകളിലേക്ക് നീങ്ങി. വിനയൻ്റെ കണ്ണുകൾ വികസിച്ചു. വായ പകുതി തുറന്നുപോയി. ഷോക്കടിച്ചതുപോലെ അവൻ നിന്നു. കാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെടുന്നതായി അവന് തോന്നി. ആ മനുഷ്യൻ തലകുനിച്ച് നിൽക്കുകയായിരുന്നില്ല. മറിച്ച് ആ കഴുത്തിന് മുകളിൽ തല തന്നെ ഉണ്ടായിരുന്നില്ല. കഴുത്തിൻ്റെ മുകൾ ഭാഗം വെട്ടിമാറ്റപ്പെട്ട നിലയിലായിരുന്നു. ആ ഭാഗത്തെ മാംസം പിച്ചിച്ചീന്തിയതുപോലെ. ഇരുണ്ട ചുവപ്പ് നിറത്തിലുള്ള മാംസഭാഗങ്ങൾക്കിടയിലൂടെ കഴുത്തിലെ എല്ലിൻ്റെ ചെറിയൊരു കഷ്ണം പുറത്തേക്ക് ഉന്തി നിൽപ്പുണ്ടായിരുന്നു. ഷർട്ടിൻ്റെ കോളറിലടക്കം ഉണങ്ങിയ രക്തത്തിൻ്റെ പാടുകളുണ്ടായിരുന്നു. വെളിച്ചം തട്ടിയപ്പോൾ ആ മാംസഭാഗങ്ങളിൽ ചില വിചിത്രമായ ഞരമ്പുകൾ തെളിഞ്ഞു കണ്ടു. സാധാരണ മനുഷ്യൻ്റേതുപോലെയുള്ള ഇരുണ്ട തൊലിയുള്ള ആ ഉടലിൽ മുകളിൽ ശിരസ് മാത്രമില്ല. കഴുത്തിന് താഴെ പൂർണ്ണമായും ഒരു മനുഷ്യനാണ്. കൈകളും കാലുകളും നെഞ്ചും എല്ലാമുണ്ട്. പക്ഷേ തലയിരിക്കേണ്ട സ്ഥലത്ത് വെട്ടിമാറ്റപ്പെട്ട ഒരു കുറ്റി മാത്രം. വിനയ് അറിയാതെ പുറകിലേക്ക് ഒരു ചുവട് വെച്ചു. കാലിലെ വേദന
അവൻ ആ നിമിഷം പൂർണ്ണമായും മറന്നു. പാളത്തിലെ ഇരുമ്പിൽ തട്ടി അവൻ പുറകിലേക്ക് ആ കരിങ്കല്ലുകൾ നിറഞ്ഞ പ്രതലത്തിലേക്ക് വീണു. അവൻ്റെ കയ്യിൽ നിന്നും താഴെ വീണ ഫോൺ പാളത്തിൽ തട്ടി വെളിച്ചം മുകളിലേക്ക് അടിച്ചു നിന്നു. ആ വെളിച്ചത്തിൽ പാലത്തിൻ്റെ കൂറ്റൻ കരിങ്കൽ ഭിത്തിയിൽ ആ തലയില്ലാത്ത രൂപത്തിൻ്റെ വലിയ നിഴൽ പതിഞ്ഞു. ആ നിഴൽ വളരെ വലുതും വികൃതവുമായിരുന്നു. അവൻ വീണപ്പോൾ ഉണ്ടായ ശബ്ദം കേട്ടിട്ടാകണം ആ തലയില്ലാത്ത ഉടൽ വീണ്ടും ചലിച്ചു. ഇത്തവണ അതിൻ്റെ മുഴുവൻ ശരീരവും വിനയിൻ്റെ നേർക്ക് തിരിഞ്ഞു. അത് പതുക്കെ അവന് നേരെ നടക്കാൻ തുടങ്ങി. രണ്ട് കൈകളും ഇരുവശത്തും അനക്കാതെയിട്ട് വലിയ ചൂടുകൾ വെച്ച് അത് മുന്നോട്ട് വന്നു. പാദങ്ങൾ കരിങ്കല്ലിൽ അമരുന്ന ശബ്ദം അവൻ്റെ കാതുകളിൽ ഇടിമുഴക്കം പോലെ വന്നു പതിച്ചു. അവൻ നിലത്ത് കിടന്നു തന്നെ പുറകിലേക്ക് നിരങ്ങി നീങ്ങാൻ ശ്രമിച്ചു. കാലുകളിലെ തൊലി കരിങ്കല്ലിൽ ഉരഞ്ഞ് പൊട്ടുന്നുണ്ടായിരുന്നു. കൈകൾ നിലത്തു കുത്തി അവൻ പുറകിലേക്ക് ആഞ്ഞു. അത് അവന് നേരെ നടക്കുകയാണ്. അതിന് കണ്ണുകളില്ല, അതുകൊണ്ട് തന്നെ അവനെ കാണാനും കഴിയില്ല. പക്ഷേ അവൻ കിടക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കിയാണ് അത് വരുന്നത്. ഓരോ തവണ ചൂടുവയ്ക്കുമ്പോഴും അതിൻ്റെ കീറിയ ഷർട്ടിനുള്ളിലെ പേശികൾ വലിയുന്നത് വിനയ് കാണുന്നുണ്ടായിരുന്നു. വിനയ് നിലത്തു നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കരിങ്കല്ലുകളിൽ കൈയൂന്നി എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ അവൻ വീണ്ടും താഴേക്ക് വീണു. ഇത്തവണ മുഖം പാളത്തിലെ ഒരു ഇരുമ്പ് കഷ്ണത്തിലിടിച്ചു. ചുണ്ടിൽ നിന്ന് രക്തം പൊടിഞ്ഞു. അവൻ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആ തലയില്ലാത്ത ഉടൽ അവൻ്റെ വളരെ അടുത്തെത്തിയിരുന്നു. ഫോണിലെ വെളിച്ചം ആ രൂപത്തിൻ്റെ പാദങ്ങളിൽ തട്ടി നിൽക്കുന്നുണ്ട്. വലിയ വിരലുകളുള്ള പാദങ്ങൾ. വിനയ് മുകളിലേക്ക് നോക്കി. വെട്ടിമാറ്റപ്പെട്ട കഴുത്തിൻ്റെ ഭാഗം ഇപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ നേരെ മുകളിലാണ്. അവിടെ നിന്ന് ഇറ്റ് വീഴാൻ ഭാഗത്തിൽ കറുത്ത നിറത്തിലുള്ള എന്തോ ദ്രാവകം പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അവൻ സർവ്വശക്തിയും എടുത്തെഴുന്നേറ്റു. എങ്ങോട്ടാണ് ഓടേണ്ടത് എന്നറിയില്ല. വന്ന വഴിയിലൂടെ തിരികെ ഓടിയാൽ കാട്ടിലേക്കാണെത്തുക. മുന്നോട്ടാണ് പോകേണ്ടത്. അവൻ പാളത്തിന് പുറത്തേക്ക് ചാടി. വലിയ മരങ്ങളുടെ ഇടയിലൂടെ അവൻ ഓടാൻ തുടങ്ങി. കാലിലെ വേദന അവനെ വല്ലാതെ വലച്ചു. ഓരോ വട്ടം നിലത്ത് ചവിട്ടുമ്പോഴും വേദന കാലിൽ നിന്നും തലയിലേക്ക് പാഞ്ഞു. മരങ്ങളുടെ വേരുകളിൽ തട്ടി അവൻ പലവട്ടം വീഴാൻ പോയി. കൂരിരുട്ടാണ് മുന്നിൽ. ഒന്നും കാണാൻ കഴിയുന്നില്ല. ഫോണാണെങ്കിൽ അവിടെ പാളത്തിൽ തന്നെ കിടക്കുകയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് പുറകിലേക്ക് നോക്കി. ആ വലിയ കമാനത്തിൻ്റെ താഴെ അവൻ്റെ ഫോണിൻ്റെ വെളിച്ചത്തിൽ ആ തലയില്ലാത്ത രൂപം നിൽക്കുന്നത് കാണാം. അത് ഓടി വരുന്നൊന്നുമില്ല. പകരം അത് പതിയെ വിനയ് ഓടിപ്പോയ ദിശയിലേക്ക് തിരിഞ്ഞു. തലയില്ലാത്ത ആ ഉടൽ അവനെ നോക്കി നിൽക്കുകയാണെന്ന് അവന് തോന്നി. വിനയ് മുൻപോട്ട് തന്നെ ഓടി. മരക്കൊമ്പുകൾ അവൻ്റെ മുഖത്തും കൈകളിലും ഉരസി മുറിവുകളുണ്ടാക്കി. കുറ്റിക്കാടുകൾ വകഞ്ഞു മാറ്റി അവൻ ഓട്ടം തുടർന്നു. ശ്വാസം വേഗത്തിലായി. പെട്ടെന്ന് മുന്നിൽ ഒരു വലിയ പാറക്കൂട്ടം കണ്ടു. അവൻ അതിനു മുകളിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിച്ചു. കാലിലെ മുറിവ് കാരണം അവൻ അതിന് കഴിഞ്ഞില്ല. അവൻ പാറയോട് ചേർന്ന് താഴെയിരുന്നു. അവൻ ശ്വാസം അടക്കി പിടിച്ചിരിക്കാൻ ശ്രമിച്ചു. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ രണ്ട് കൈകളും കൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. കണ്ണുകൾ ഇരുട്ടിനോട് പരിചിതമായി വരുന്നതേയുള്ളൂ. അവൻ വന്ന വഴിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒന്നും കാണുന്നില്ല. കാടിൻ്റെ ഇരുട്ട് മാത്രം. ഏതാനും മിനിറ്റുകൾ കടന്നുപോയി. അവൻ പതുക്കെ കൈകൾ താഴേക്കിട്ടു. ശ്വാസം നേരെയായി വരുന്നുണ്ട്. അവൻ ചുറ്റും നോക്കി. ആ രൂപം തന്നെ പിന്തുടർന്നു വന്നിട്ടില്ല എന്ന് അവൻ കരുതി. പക്ഷേ അവന് തൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു. ഇരുട്ടിൽ ഈ കാട്ടിലൂടെ എങ്ങനെ പുറത്തു കടക്കുമെന്ന ചിന്ത അവനെ അലട്ടി. അവൻ പാറയോട് ചേർന്നിരുന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു. പാളത്തിലേക്ക് തിരികെ പോയാൽ മാത്രമേ വഴി കണ്ടെത്താൻ കഴിയൂ. പക്ഷേ അവിടെ ആ രൂപമുണ്ട്. അവൻ കാത്തിരിക്കാൻ തീരുമാനിച്ചു. നേരം വെളുക്കുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കാം. രാവിലെ വെളിച്ചം വീഴുമ്പോൾ വഴി കണ്ടെത്താം. അവൻ പാറയിലേക്ക് തല ചായച്ച് കണ്ണുകൾ അടച്ചു. കാലിലെ വേദനയും ശരീരമാസകലമുള്ള മുറിവുകളും അവനെ വല്ലാതെ തളർത്തിയിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നു കാണുമെന്ന് അവനറിയില്ല. പെട്ടെന്ന് വളരെ അടുത്തായി ഒരു ശബ്ദം കേട്ടു. ഉണങ്ങിയ ഇലകളിൽ ഭാരം അമരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. വിനയ് ഞെട്ടി കണ്ണുകൾ തുറന്നു. അവനിരിക്കുന്ന പാറയ്ക്ക് തൊട്ടുമുന്നിലായി ഒരു വലിയ നിഴൽ നിൽക്കുന്നു. ആകാശത്ത് നേരിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ അവൻ കണ്ടു ഒരു വലിയ രൂപം. തലയില്ലാത്ത ആ ഉടൽ. അത് അവന് തൊട്ടുമുന്നിൽ. അവനിരിക്കുന്നതിന് നേരെ നോക്കി നിൽക്കുകയാണ്. നക്ഷത്രങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ ആ നിഴൽ കൂടുതൽ ഭയാനകമായി തോന്നി. ശബ്ദമുണ്ടാക്കാതിരിക്കാൻ അവൻ പാടുപെട്ടു. കണ്ണുകളില്ലാത്ത ആ രൂപത്തിന് ഇരുട്ടിലും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു.
അത് തൻ്റെ നേരെ കുനിഞ്ഞു നിൽക്കുന്നത് പോലെ അവന് തോന്നി. ആ വെട്ടിമാറ്റപ്പെട്ട കഴുത്തിൻ്റെ ഭാഗം തനിക്ക് നേരെ തിരിച്ചു വച്ചിരിക്കുകയാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. രണ്ടു വലിയ കൈകളും തൻ്റെ ഇരുവശങ്ങളിലേക്കും ഉയർത്തി. നീളമുള്ള വിരലുകൾ വായുവിൽ എന്തോ തിരയുന്നതുപോലെ ചലിച്ചു. അത് തന്നെ പിടികൂടാൻ ശ്രമിക്കുകയാണെന്ന് വിനയ്ക്ക് മനസ്സിലായി. ഇനി അനങ്ങാതിരുന്നിട്ട് കാര്യമില്ല. അവൻ സർവശക്തിയുമെടുത്ത് പാറയുടെ വശത്തേക്ക് ഉരുണ്ടുമാറി. ആ രൂപത്തിൻ്റെ കൈകൾ അവൻ ഇരുന്നിടത്ത് പാറയിൽ വന്നിടിക്കുന്ന ശബ്ദം അവൻ കേട്ടു. വിനയ് വേഗത്തിൽ എഴുന്നേറ്റോടാൻ തുടങ്ങി. മുന്നിലെന്താണെന്ന് നോക്കാതെ, കാലിലെ വേദന വകവയ്ക്കാതെ ഇരുട്ടിലൂടെ അവൻ ഓടി. ഓരോ തവണയും മരങ്ങളിലിടിക്കുമ്പോഴും അവൻ എങ്ങനെയോ അവിടെ നിന്ന് തെന്നിമാറി മുന്നോട്ട് കുതിച്ചു. പിന്നിൽ വരിക കാലടികൾ വെച്ച് ആ രൂപം തന്നെ പിന്തുടരുന്നുണ്ടെന്ന് അവന് ഉറപ്പായിരുന്നു. ഉണങ്ങിയ ഇലകളും ചില്ലകളും ഒടിയുന്ന ശബ്ദം പിന്നിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം ഓടിയപ്പോൾ ഭൂമിയുടെ കിടപ്പിൽ ഒരു വ്യത്യാസം അനുഭവപ്പെട്ടു. കുത്തനെയുള്ള ഇറക്കമാണ്. നിയന്ത്രിക്കാൻ കഴിയുന്നതിനു മുമ്പേ അവൻ താഴേക്ക് വീണു കഴിഞ്ഞു. ഇലകളും മണ്ണും നിറഞ്ഞ ചെരുവിലൂടെ അവൻ താഴേക്ക് നിരങ്ങിപ്പോയി. വലിയൊരു മരത്തിൻ്റെ തടിയിലിടിച്ചാണ് അവൻ നിന്നത്. അവൻ ഉടനെ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വലതുകാലിലെ കണങ്കാലിന് ചുറ്റും കടുത്ത വേദന അനുഭവപ്പെട്ടു. എല്ലിന് പൊട്ടലുണ്ടോ എന്ന് അവൻ സംശയിച്ചു. അവൻ മരത്തിൽ ചാരി നിന്ന് മുകളിലേക്ക് നോക്കി. താൻ വീണ ചെരുവിന് മുകളിൽ ഇരുട്ടിൽ ആ വലിയ രൂപം നിൽക്കുന്നത് അവൻ കണ്ടു. അത് താഴേക്ക് വരാൻ ശ്രമിക്കുകയാണ്. വിനയ് ചുറ്റും നോക്കി. കുറച്ചകലെയായി ഒരു നേരിയ വെളിച്ചം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മഞ്ഞ നിറത്തിലുള്ള വെളിച്ചം. ഒരുപക്ഷെ ഹൈവേയിലെ വഴിവിളക്കാകാം. അവൻ ആ വെളിച്ചം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. കാൽ വലിച്ചിഴച്ചാണ് നടക്കുന്നത്. ഓരോ ചുവടും കടുത്ത വേദനയുണ്ടാക്കി. വെളിച്ചം കുറച്ചുകൂടി വ്യക്തമായി. അതൊരു കെട്ടിടത്തിൽ നിന്നുള്ള വെളിച്ചമാണ്. കാടിൻ്റെ അതിർത്തിയിലുള്ള ഏതോ ഒരു ചെറിയ കെട്ടിടം. അത് പഴയൊരു ഫോറസ്റ്റ് വാച്ചർ ക്യാബിൻ പോലെ തോന്നിച്ചു. വിനയ് വേഗത്തിൽ അങ്ങോട്ടേക്ക് നീങ്ങി. പിന്നിൽ നിന്ന് ആ രൂപത്തിൻ്റെ കാലൊച്ചകൾ ഒന്നും തന്നെ കേൾക്കുന്നില്ല. എന്നാലും തിരിഞ്ഞു നോക്കാൻ അവൻ ധൈര്യപ്പെട്ടില്ല. ക്യാബിൻ്റെ അരികിലെത്തിയപ്പോൾ അവൻ നിന്നു. വാതിൽ പാതി തുറന്നു കിടക്കുന്നു. ഉള്ളിലൊരു മഞ്ഞ ബൾബ് കത്തുന്നുണ്ട്. അവൻ പതിയെ വാതിൽ തള്ളി തുറന്ന് ഉള്ളിലേക്ക് കയറി. ചെറിയൊരു മുറിയാണ്. ഒരു പഴയ മേശയും 2 കസേരയുമല്ലാതെ മറ്റൊന്നുമില്ല. അവൻ മേശയ്ക്കരികിലെ കസേരയിലേക്ക് വീണു. അവൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടുതലായിരുന്നു. ശരീരമാസകലമുള്ള മുറിവുകളിൽ നിന്ന് രക്തമൊലിക്കുന്നുണ്ട്. അവൻ വാതിലിലേക്ക് നോക്കി. ആരും പുറകെ എത്തിയിട്ടില്ല. അവൻ വാതിലടയ്ക്കാൻ ശ്രമിച്ചു. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്നപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. വാതിലിൻ്റെ പുറത്തെ ഭിത്തിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. പഴയ കറുത്ത പെയിന്റ് കൊണ്ടുള്ള വലിയ അക്ഷരങ്ങൾ. അവൻ സൂക്ഷിച്ചു നോക്കി. അവന് തലയില്ല, പക്ഷേ അവന് നിന്നെ കാണാം. വാതിലിൻ്റെ പുറത്തെ ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന ആ വരികൾ വായിച്ചതും പിന്നെ വേഗം വാതിൽ വലിച്ചടച്ചു. വാതിലിന് പിന്നിലുണ്ടായിരുന്ന വലിയ മരക്കുറ്റി അവൻ തള്ളിയിട്ടു. അവിടെയുണ്ടായിരുന്ന പഴയ മേശ അവൻ വലിച്ച് വാതിലിനോട് ചേർത്ത് വെച്ചു. കാലിലെ വേദന കാരണം അവനത് ചെയ്യാൻ നല്ലപോലെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഹൃദയം വളരെ വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. മുറിയിലെ മഞ്ഞ വെളിച്ചം ഇടവിട്ട് മിന്നുന്നുണ്ട്. മേശയ്ക്ക് മുകളിൽ ഇരുന്നിരുന്ന കട്ടിയുള്ള ഒരു വടി അവൻ കയ്യിലെടുത്തു. ഫോറസ്റ്റ് ഗാർഡുകൾ മൃഗങ്ങളെ തുരത്താൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കട്ടിയുള്ള ഒരു വലിയ വടി. അവനത് 2 കൈകളും ഉപയോഗിച്ച് ബലമായി പിടിച്ചു. പുറത്ത് കരിയിലകൾ ഞെരിയുന്ന ശബ്ദം വീണ്ടും കേട്ടു. അത് വളരെ അടുത്താണ്. ക്യാബിൻ്റെ മുമ്പിലുള്ള മരപ്പലകകളിൽ ഭാരം അമരുന്നതിൻ്റെ ഞെരുക്കം. ഓരോ വടിയും കയറുമ്പോൾ മരപ്പലകകൾ ഒടിയുമോ എന്ന് തോന്നുന്ന അത്ര ഭാരം അതിനുണ്ടായിരുന്നു. വിനയ് മേശയ്ക്ക് പുറകിലായി പതുങ്ങി നിന്നു. അവൻ്റെ കണ്ണുകൾ വാതിലിൽ തന്നെ ഉറച്ചു നിന്നു. അടുത്ത നിമിഷം വാതിലിൽ അതിശക്തമായ വലിയൊരു ഇടി വീണു. മരപ്പലകകൾ വലിയ ശബ്ദത്തോടെ കുലുങ്ങി. മേശ അല്പം പിന്നിലേക്ക് തെന്നി മാറി. ഉടനെ അടുത്ത ഇടി. ഇത്തവണ വാതിലിൻ്റെ നടുവിലെ പലക നെടുകെ പൊട്ടിപ്പിളർന്നു. ആ വിടവിലൂടെ ഒരു വലിയ കൈ ഉള്ളിലേക്ക് കയറി വന്നു. ഇരുണ്ട നിറത്തിലുള്ള വലിയ കൈ. പരുക്കൻ വിരലുകൾ ആ വിടവിലൂടെ വായുവിൽ പരതി. ആ വിരലുകളിൽ ഉണങ്ങിയ ചോരക്കറകളുണ്ടായിരുന്നു. വിനയ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മരവടി ഉയർത്തി സർവശക്തിയുമെടുത്ത് ആ കൈത്തണ്ടയിൽ ആഞ്ഞടിച്ചു. തൊലി പൊട്ടി ചുവന്ന രക്തം പുറത്തേക്കൊഴുകി. എന്നാൽ ആ രൂപം കൈ പിൻവലിച്ചില്ല. വേദന അറിയാത്തതുപോലെ അത് 2ാമത്തെ കൈ കൂടി ആ വിടവിലൂടെ ഉള്ളിലേക്ക് കടത്തി. തകർന്ന പലകകളിൽ പിടിച്ച് അത് വാതിൽ പൂർണ്ണമായും
വലിച്ചു പൊളിക്കാൻ തുടങ്ങി. ഇരുമ്പാണികൾ തെന്നിമാറുന്നതും മരമൊടിയുന്നതുമായ ശബ്ദം മുറിയിൽ നിറഞ്ഞു. വാതിലിൻ്റെ പലകകൾ വലിയ ശബ്ദത്തോടെ അകത്തേക്ക് തകർന്നു വീണു. തകർന്ന വാതിലിൻ്റെ സ്ഥാനത്ത് ആ രൂപം നിൽക്കുന്നു. മുറിയിലെ മഞ്ഞ വെളിച്ചം ആ വെട്ടിമാറ്റപ്പെട്ട കഴുത്തിൽ പതിച്ചു. മാംസത്തിൽ നിന്ന് രക്തം നെഞ്ചിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. കഴുത്തിലെ മാംസപേശികൾ അസ്വാഭാവികമായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് മേശ ഒറ്റ കൈകൊണ്ട് തള്ളിമാറ്റി. വിനയ് വടിയോങ്ങി അടിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പേ തന്നെ ആ വലിയ കൈകൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അസാമാന്യമായ കരുത്തോടെ അത് വിനയിനെ ഒറ്റയടിക്ക് മുകളിലേക്ക് ഉയർത്തി. വിനയിൻ്റെ കാലുകൾ നിലത്തുനിന്ന് പൊങ്ങി. അവൻ വടി ഉപയോഗിച്ച് ആ രൂപത്തിൻ്റെ നെഞ്ചിലും തോളിലും പലതവണ ആഞ്ഞടിച്ചു. ഒരു പ്രതികരണവുമില്ലാതെ അത് വിനയിനെ തനിക്ക് നേരെ വലിച്ചടുപ്പിച്ചു. ആ രൂപത്തിൻ്റെ ഇടത് കൈ വിനയിൻ്റെ കഴുത്തിലേക്ക് നീണ്ടു. പരുക്കൻ വിരലുകൾ അവൻ്റെ തൊണ്ടയിൽ ശക്തിയായി അമർന്നു. വിനയ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. സർവശക്തിയും സംഭരിച്ച് അവൻ തൻ്റെ കാൽമുട്ട് മടക്കി ആ രൂപത്തിൻ്റെ വയറ്റിൽ ആഞ്ഞു തൊഴിച്ചു. കൂടെ വടിവെച്ച് ആ രൂപത്തിൻ്റെ കൈമുട്ടിൽ ശക്തിയായി ഇടിച്ചു. പിടി അല്പമയഞ്ഞു. വിനയ് താഴെ തറയിലേക്ക് വീണു. നിലത്ത് വീണ വിനയ് വേഗം എഴുന്നേൽക്കാൻ നോക്കി. എന്നാൽ ആ രൂപത്തിൻ്റെ വലിയ പാദം അവൻ്റെ മുറിവേറ്റ വലതുകാലിന് മുകളിൽ അമർന്നു. വിനയ് വേദന കൊണ്ട് അലറിപ്പോയി. മുറിവിലേക്ക് ആ കാൽവിരലുകൾ ആഴ്ന്നിറങ്ങി. തറയിൽ വീണുപോയ മരവടി അവനെടുത്ത് ആ രൂപത്തിൻ്റെ കാൽമുട്ടിലടിച്ചു. അടിയിട്ടിയതും അത് കാൽ പിൻവലിച്ചു. വിനയ് തറയിലൂടെ ഇഴഞ്ഞ് തകർന്ന വാതിലിലൂടെ പുറത്തേക്ക് കടന്നു. ക്യാബിൻ്റെ പടികളിൽ നിന്ന് അവൻ താഴെ മണ്ണിലേക്ക് വീണു. ശരീരമാസകലം വേദന പടർന്നു. അവൻ വേഗം എഴുന്നേറ്റു. ക്യാബിനിൽ നിന്നും ആ രൂപം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇരുട്ടിലും ആ വലിയ രൂപം തനിക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. വിനയ് കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. വലതുകാലിലെ വേദന അവൻ വകവച്ചില്ല. മുടന്തിക്കൊണ്ട് അവൻ ഓട്ടം തുടർന്നു. അല്പം ദൂരെയായി മരങ്ങൾക്കിടയിലൂടെ അവൻ ആ കാഴ്ച കണ്ടു. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ കടന്നു പോകുന്ന വെളിച്ചം. ഹൈവേ അത്ര ദൂരെയല്ല. വാഹനങ്ങൾ പോകുന്ന ശബ്ദവും നേരിയതായി കേൾക്കാം. അതവന് പ്രതീക്ഷ നൽകി. അവൻ സർവശക്തിയുമെടുത്ത് അങ്ങോട്ടേക്ക് കുതിച്ചു. പുറകിൽ വലിയ ചൂടുകൾ വെച്ച് ആ രൂപം അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഭൂമി കുലുങ്ങുന്നത് പോലെയുള്ള വലിയ കാലടിയൊച്ചകൾ. വിനയ് തിരിഞ്ഞു നോക്കിയില്ല. മരക്കൊമ്പുകൾ മുഖത്ത് തട്ടി വരഞ്ഞു. വലിയ പാറകൾക്കിടയിലൂടെ അവൻ വഴി മാറി ഓടി. ഹൈവേയിലേക്കുള്ള ദൂരം കുറഞ്ഞു വന്നു. വെളിച്ചം കൂടുതൽ വ്യക്തമായി കാണാം. ഒരു ലോറി കടന്നു പോകുന്ന ശബ്ദം അവൻ കേട്ടു. പെട്ടെന്ന് അവൻ്റെ ഇടതുകാൽ ഒരു വലിയ മരവേരിൽ ഉടക്കി. അവൻ മുന്നോട്ട് തെറിച്ചു വീണു. മുഖം ചരലിലുരഞ്ഞു. ചുണ്ടുകൾ പൊട്ടി രക്തം വന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ഭാരം അവൻ്റെ മുതുകിൽ വന്നമർന്നു. തലയില്ലാത്ത ആ രൂപം അവനെ വീണ്ടും പിടികൂടി. വിനയനെ നിലത്തേക്ക് ചവിട്ടിപ്പിടിച്ച് അതിൻ്റെ രണ്ട് കൈകളും അവൻ്റെ മുതുകിലൂടെ ഇഴഞ്ഞു നീങ്ങി. മുതുകിലമർന്ന കനത്ത ഭാരം വിനയൻ്റെ വാരിയലുകളെ ശക്തമായി ഞെരുക്കി. ആ വലിയ കൈകൾ അവൻ്റെ തോളിന് താഴെ കൂടി വന്ന് നെഞ്ചിലേക്ക് ഇറുകി അമർന്നു. മുഖം ചരലിലും മണ്ണിലും ഉരയുന്നുണ്ട്. വിനയ് തൻ്റെ കൈകൊണ്ട് നിലത്ത് പരതി. വലിയൊരു കല്ല് അവൻ്റെ വിരലുകളിൽ തടഞ്ഞു. അവനത് കൈക്കുള്ളിൽ ഇറുകെ പിടിച്ചു. ആ രൂപം വിനയിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് അവനെ മുകളിലേക്ക് വലിച്ചുയർത്താൻ ശ്രമിച്ചു. വിനയ് തൻ്റെ മുഴുവൻ കരുത്തുമെടുത്ത് വലതു കൈ പിന്നിലേക്ക് വീശി. കയ്യിലിരുന്ന കല്ല് ആ രൂപത്തിൻ്റെ ശരീരത്തിൽ എവിടെയോ ചെന്നിടിച്ചു. അത് പിടിവിട്ടില്ല. അവൻ വീണ്ടും വീണ്ടും കല്ലുകൊണ്ട് പിന്നിലേക്ക് ആഞ്ഞടിച്ചു. ഒടുവിൽ ആ വലിയ കൈയുടെ മണിബന്ധത്തിൽ കല്ല് അതിശക്തമായി ചെന്നിടിച്ചു. ഷർട്ടിൻ്റെ പിടി അല്പമയഞ്ഞു. ആ അവസരം മുതലെടുത്ത് വിനയ് ഒരു വശത്തേക്ക് കുതറി മാറി. അവൻ നിലത്തേക്ക് മറിഞ്ഞു വീണു. ആ രൂപം വീണ്ടും അവന് നേരെ കൈകൾ നീട്ടി. വിനയ് തൻ്റെ ഇടതുകാൽ മുട്ടുമടക്കി ആ രൂപത്തിൻ്റെ വയറ്റിൽ ശക്തിയായി തൊഴിച്ചു. അത് അല്പം പിന്നിലേക്ക് മാറി. വിനയ് വേഗം എഴുന്നേറ്റു. ഇരുട്ടിലൂടെ അവൻ ഹൈവേയിലെ വെളിച്ചം ലക്ഷ്യമാക്കി കുതിച്ചു. മരങ്ങൾക്കിടയിലൂടെ അവൻ പാഞ്ഞു. വലതുകാലിലെ വേദന അവന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഓരോ തവണ കാൽ നിലത്തു വയ്ക്കുമ്പോഴും വേദന തലച്ചോറിലേക്ക് പാഞ്ഞു കയറി. എങ്കിലും അവൻ നിന്നില്ല. പിന്നിൽ വലിയ കാലടികൾ മണ്ണിൽ പതിക്കുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു. അത് വളരെ അടുത്താണ്. മരങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു. മുമ്പിൽ വലിയൊരു കുഴിയുണ്ട്. അവൻ അതിനു മുകളിലൂടെ ചാടി. കാൽ തന്നെ അവൻ ടാർ ചെയ്ത റോഡിലേക്ക് വീണു. കൊല്ലം ചെങ്കോട്ട ഹൈവേയാണ്. രണ്ടു വശത്തും വലിയ കാട് മാത്രം.
വഴിവിളക്കുകളൊന്നുമില്ല. റോഡിൻ്റെ നടുവിലുള്ള വെള്ള വരകൾ മാത്രം കാണാം. അവനുടനെ എഴുന്നേറ്റ് നിന്നു. ദൂരെ നിന്നും ഏതോ ഒരു വലിയ വാഹനം വരുന്ന വെളിച്ചം അവൻ കണ്ടു. ഹെഡ്ലൈറ്റുകൾ ഇരുട്ടിനെ കീറി മുറിച്ച് മുന്നോട്ട് വരികയാണ്. ഒരു വലിയ തടിലോറിയാണ്. വിനയ് റോഡിൻ്റെ നടുവിലേക്ക് കയറി നിന്നു. അവൻ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി വീശി. ലോറി ഡ്രൈവർ അവനെ കണ്ടു. ഉച്ചത്തിൽ ഹോൺ മുഴങ്ങി. ആ ശബ്ദം കാടിനുള്ളിൽ പ്രതിധ്വനിച്ചു. ലോറിയുടെ ബ്രേക്ക് പിടിക്കുന്ന ശബ്ദം കേട്ടു. ലോറിയുടെ വലിയ ടയറുകൾ ടാർ റോഡിൽ ഉരഞ്ഞു. വിനയന് തൊട്ടുമുന്നിലായി ആ വലിയ വാഹനം വന്നു നിന്നു. വിനയ് തൻ്റെ കാല് വലിച്ചഴിച്ച് ഡ്രൈവറുടെ വശത്തേക്ക് ഓടി. ചേട്ടാ, എന്നെ രക്ഷിക്കണം, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഡ്രൈവർക്ക് ഏകദേശം 50 വയസ്സ് പ്രായം കാണും. അയാൾ ജനലിൻ്റെ ഗ്ലാസ് പകുതി താഴ്ത്തി. സംശയത്തോടെയും പേടിയോടെയുമാണ് അയാൾ വിനയനെ നോക്കിയത്. വിനയൻ്റെ മുഖം മുഴുവൻ പൊട്ടി ചോര ഒഴുകുന്നുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ പലയിടത്തും കീറി പറഞ്ഞിട്ടുണ്ട്. എന്താടാ ഈ പാതിരാത്രിയിൽ ഈ കാട്ടിൽ നിന്ന്? ഡ്രൈവർ ചോദിച്ചു. അയാൾ വാചകം പൂർത്തിയാക്കുന്നതിനു മുമ്പ് വിനയ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. കാടിൻ്റെ അതിർത്തിയിൽ ലോറിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം അവസാനിക്കുന്നിടത്ത് ആ രൂപം നിൽപ്പുണ്ട്. തലയില്ലാത്ത ആ വലിയ ഉടൽ വെളിച്ചത്തിൽ വളരെ വ്യക്തമായി കാണാം. വെട്ടിമാറ്റപ്പെട്ട കഴുത്തിൽ നിന്നും ചോര താഴേക്ക് ഇറ്റു വീഴുന്നുണ്ട്. അത് അനങ്ങാതെ നിൽക്കുകയാണ്. ഡ്രൈവർ വിനയൻ്റെ നോട്ടത്തെ പിന്തുടർന്നു. ആ കാഴ്ച കണ്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു. മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. വല്ലാത്തൊരു അമ്പരപ്പ് ആ മുഖത്ത് പ്രകടമായി. ആ വലിയ തലയില്ലാത്ത മനുഷ്യൻ യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് അയാൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഡോറ് തുറക്കുകേട്ടാ, വിനയ് ഉറക്കെ അലറി. ഡ്രൈവർ വേഗം ഇടതുവശത്തെ ഡോർ ഉള്ളിൽ നിന്നും തുറന്നിട്ടു. വിനയ് ലോറിയുടെ മുൻവശത്തു കൂടി ഓടി അപ്പുറത്തേക്കെത്തി. അവൻ യാത്രക്കാരുടെ വശത്തെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് വലിഞ്ഞു കയറി. സീറ്റിലേക്ക് വീണതും അവൻ വാതിൽ വലിച്ചടയ്ക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആ രൂപം കാട്ടിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. അത് ലോറിക്ക് നേരെ ഓടാൻ തുടങ്ങി. മനുഷ്യർ ഓടുന്നത് പോലെയല്ല അത് ചുവടുകൾ വെച്ചിരുന്നത്. അത് വലിയ ദൂരങ്ങൾ ഒറ്റയടിക്ക് താണ്ടി. വിനയ് വാതിൽ അടയ്ക്കുന്നതിനു മുമ്പേ തന്നെ ആ വലിയ വിരലുകൾ ഡോറിൻ്റെ വക്കിൽ പിടുത്തമിട്ടു. വിനയ് തൻ്റെ രണ്ട് കൈകളും ഉപയോഗിച്ച് വാതിൽ ഉള്ളിലേക്ക് വലിച്ചു. പക്ഷെ പുറത്തുനിന്നുള്ള ശക്തി വളരെ വലുതായിരുന്നു. ആ രൂപം വാതിൽ പതുക്കെ പുറത്തേക്ക് വലിച്ചു തുറന്നു. വിനയ് കാലുകൾ കൊണ്ട് വണ്ടിയിലെ ഡാഷ്ബോർഡിൽ ചവിട്ടിപ്പിടിച്ച് വാതിലിൽ ബലം കൊടുത്തു. എന്നിട്ടും വാതിൽ തുറന്നു തന്നെ വരികയായിരുന്നു. ഡ്രൈവർ സീറ്റിനടിയിൽ നിന്നും വലിയൊരു ഇരുമ്പ് സ്പാനർ വലിച്ചെടുത്തു. അയാൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ആ രൂപത്തിൻ്റെ കൈകളിൽ അതിശക്തമായി അടിച്ചു. വിരലുകളിൽ അടി കൊണ്ടിട്ടും അത് പിടിവിട്ടില്ല. ആ രൂപം ലോറിയുടെ ഫുട്ബോർഡിലേക്ക് കയറി നിന്നു. അതിൻ്റെ വെട്ടിമാറ്റപ്പെട്ട കഴുത്തിൻ്റെ ഭാഗം ക്യാബിനുള്ളിലേക്ക് നീണ്ടു. അടുത്ത നിമിഷം അതിൻ്റെ വലതു കൈ ക്യാബിനുള്ളിലേക്ക് കടന്നു. അത് വിനയൻ്റെ ഇടതുകാലിൽ കയറി പിടിച്ചു. പരുക്കൻ വിരലുകൾ അവൻ്റെ കണങ്കാലിൽ അമർന്നു. വിനയ് വേദന കൊണ്ട് പുളഞ്ഞു. അവൻ കാല് വലിച്ചെടുക്കാൻ നോക്കി. പക്ഷേ ആ പിടി ഒരു വല്ലാത്ത കുടുക്കുപോലെയായിരുന്നു. ഡ്രൈവർ സ്പാനർ ഉപയോഗിച്ച് വീണ്ടും കൈത്തണ്ടയിൽ പലതവണ അടിച്ചു. എന്നിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്ന് കണ്ട ഡ്രൈവർ വേഗം തൻ്റെ സീറ്റിലേക്ക് തിരികെ ഇരുന്നു. അയാൾ ഗിയറിട്ട് ആക്സിലേറ്ററിൽ കാലമർത്തി. ഒരു കുലുക്കത്തോടെ ലോറി മുന്നോട്ട് കുതിച്ചു. ലോറി മുന്നോട്ട് നീങ്ങിയെങ്കിലും ആ രൂപം ഡോറിലെ പിടിവിട്ടിരുന്നില്ല. ഫുട്ബോർഡിൽ നിന്നുകൊണ്ട് അത് വിനയനെ പുറത്തേക്ക് വലിക്കാൻ ശ്രമിച്ചു. വണ്ടിയുടെ വേഗത കൂടുകയാണ്. കാറ്റ് ശക്തിയായി ക്യാബിനുള്ളിലേക്ക് അടിച്ചു കയറി. വിനയ് തൻ്റെ മറുകാൽ ഉപയോഗിച്ച് ആ രൂപത്തിൻ്റെ നെഞ്ചിൽ അതിശക്തിയായി തൊഴിച്ചു. ഓരോ തൊഴി കിട്ടുമ്പോഴും അത് പിന്നിലേക്കായും. എന്നാൽ വീണ്ടും പഴയതുപോലെ വന്ന് കാലിൽ പിടിമുറുക്കും. ലോറി വലിയൊരു വളവ് തിരിഞ്ഞു. വണ്ടിയുടെ വേഗത കാരണം വാതിൽ ശക്തിയായി പുറത്തേക്ക് തുറന്നുപോയി. ആ ആഘാതത്തിൽ ആ രൂപത്തിൻ്റെ കാൽ ഫുട്ബോർഡിൽ നിന്നും തെന്നിമാറി. റോഡിലേക്ക് വീഴാൻ പോയ നിമിഷം അത് വിനയൻ്റെ കാലിലെ പിടി ഒന്നുകൂടി മുറുക്കി. വിനയ് സീറ്റിൽ നിന്നും താഴേക്ക് നിരങ്ങി. അവനും വണ്ടിക്ക് പുറത്തേക്ക് വീഴാൻ പോവുകയായിരുന്നു. വിനയ് ഉടനെ ഡോറിൻ്റെ മുകളിലെ ഫ്രെയിമിൽ മുറുകെ പിടിച്ചു. താഴെ റോഡ് അതിവേഗം പിന്നിലേക്ക് മറയുന്നു. പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന ആ രൂപം മുഴുവൻ ഭാരവും കൊടുത്ത് വിനയനെ താഴേക്ക് വലിച്ചു. വിനയൻ്റെ വിരലുകൾ ഫ്രെയിമിൽ നിന്നും തെന്നി മാറാൻ തുടങ്ങി. ഡ്രൈവർ വണ്ടി റോഡിൻ്റെ ഇടതുവശത്തേക്ക് വെട്ടിച്ചു. വണ്ടിയുടെ ടയറുകൾ മണ്ണിലൂടെ കയറിയിറങ്ങി. വണ്ടി വല്ലാതെ കുലുങ്ങി. ക്യാബിനിൽ കിടന്നിരുന്ന പല സാധനങ്ങളും തറയിലേക്ക് വീണു. ആ വലിയ കുലുക്കത്തിൽ ആ രൂപത്തിൻ്റെ കൈകൾ വിനയൻ്റെ കാലിൽ നിന്നും വിട്ടുപോയി. അത് അതിവേഗത്തിൽ
റോഡിൻ്റെ വശത്തെ കുറ്റിക്കാടുകൾക്കിടയിലേക്ക് തെറിച്ചു വീണു. വിനയ് വേഗം ക്യാബിനുള്ളിലേക്ക് വലിഞ്ഞു കയറി വാതിൽ വലിച്ചടച്ചു. ലോക്കർ അമർത്തി പിടിച്ചു. അവൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് ദീർഘമായി ശ്വാസമെടുത്തു. ഹൃദയം പടപടാമിടിക്കുന്നുണ്ടായിരുന്നു. കാലിലെ മുറിവുകളിൽ നിന്നും ചോര ഒഴുകി സീറ്റിൽ വീഴുന്നുണ്ട്. ലോറി ഒട്ടും വേഗത കുറയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഡ്രൈവർ ഒന്നും മിണ്ടുന്നില്ല. അയാളുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു. മുന്നിലെ റോഡിലേക്ക് മാത്രം നോക്കി അയാൾ വണ്ടി ഓടിച്ചു. കാടിൻ്റെ ഇരുട്ട് ഇരുവശത്തും ഒരു മതിൽ പോലെ നിൽക്കുകയാണ്. ആ രൂപം ദൂരെ പിന്നിലെവിടെയോ ആയിപ്പോയി എന്ന് വിനയ് കരുതി. അവൻ പതുക്കെ പുറത്തെ ഗ്ലാസ്സിലൂടെ ലോറിയുടെ ബോഡിയിലേക്ക് നോക്കി. തടികൾ അടുക്കി വെച്ചിരിക്കുന്ന വലിയ ബോഡി. അതിനു മുകളിൽ ഇരുട്ടാണ്. പെട്ടെന്നാണ് ലോറിയുടെ മുകളിൽ നിന്നും ഒരു ശബ്ദം ക്യാബിനിൽ കേട്ടത്. മുകളിലെ തകരത്തിൽ എന്തോ ഭാരം വന്നു വീണതുപോലെ ഒരു ശബ്ദം. ക്യാബിൻ്റെ മുകൾ ഭാഗം അല്പം താഴേക്ക് വളഞ്ഞു. ഡ്രൈവർ ഞെട്ടി മുകളിലേക്ക് നോക്കി. വണ്ടി നിയന്ത്രണം വിട്ട് റോഡിൻ്റെ അരികിലേക്ക് പോയി. അയാൾ ഉടനെ സ്റ്റിയറിംഗ് തിരിച്ച് അത് നേരെയാക്കി. രണ്ടുപേരും അനങ്ങാതെ മുകളിലേക്ക് നോക്കിയിരുന്നു. ക്യാബിൻ്റെ മുകളിലൂടെ ആരോ നടക്കുന്നുണ്ട്. വലിയ ചുവടുകൾ വെച്ച് നടക്കുന്ന ശബ്ദം. അത് ലോറിയുടെ മുകളിൽ കയറി കൂടിയിരിക്കുന്നു. വിനയ് വീണ്ടും പുറകിലെ ഗ്ലാസ്സിലൂടെ നോക്കി. തടികൾക്ക് മുകളിൽ നിന്നും ഒരു വലിയ നിഴൽ ക്യാബിന് മുകളിലേക്ക് കയറുന്നത് അവൻ വ്യക്തമായി കണ്ടു. അത് അവരെ വിട്ടിരുന്നില്ല. ഡ്രൈവർ വണ്ടിയുടെ വേഗത വീണ്ടും കൂട്ടി. എഞ്ചിൻ വലിയ ശബ്ദത്തിലിരമ്പി. റോഡിലെ വളവുകളിൽ വണ്ടി മറിയുമോ എന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അയാളുടെ ഡ്രൈവിംഗ്. മുകളിലെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നില്ല. അത് മുകളിലെവിടെയോ പിടിച്ചു കിടക്കുകയാണെന്ന് വിനയ്ക്ക് തോന്നി. പെട്ടെന്ന് വിനയിൻ്റെ വശത്തെ ജനലിലൂടെ താഴേക്ക് ഒരു വലിയ കൈ നീണ്ടുവന്നു. അത് പകുതി തുറന്ന ജനലിലൂടെ ക്യാബിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. വിനയ് വേഗം ജനലിൻ്റെ ഗ്ലാസ് മുകളിലേക്ക് ഉയർത്താൻ നോക്കി. എന്നാൽ അതിനു മുമ്പ് തന്നെ ആ കൈകൾ ഗ്ലാസിൽ പിടിച്ച് താഴേക്ക് അമർത്തി. അതിൻ്റെ ബലത്തിൽ ഗ്ലാസ് പൊട്ടിത്തകർന്നു. ചില്ലു കഷ്ണങ്ങൾ ക്യാബിനുള്ളിലേക്ക് തെറിച്ചു വീണു. വിനയിൻ്റെ മുഖത്ത് ചില്ലുകൊണ്ട് ചെറിയ മുറിവുകളുണ്ടായി. പൊട്ടിയ ജനലിലൂടെ വലിയ കൈകൾ വീണ്ടും ഉള്ളിലേക്ക് വന്നു. അത് വിനയിൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കിയായിരുന്നു വന്നത്. വിനയ് ഡ്രൈവറുടെ അടുത്തേക്ക് നീങ്ങി. ഡ്രൈവർ തൻ്റെ സീറ്റിലിരുന്ന ഇരുമ്പ് സ്പാനർ എടുത്ത് വിനയ്ക്ക് നേരെ നീട്ടി. വിനയ് അത് വാങ്ങി സർവ്വശക്തിയുമെടുത്ത് ആ കൈകളിലേക്ക് ആഞ്ഞടിച്ചു. ഓരോ അടിക്കും തൊലി പൊട്ടി മാംസം പുറത്തു വന്നു. ചോര ജനൽ വഴി ഉള്ളിലേക്ക് തെറിച്ചു. പക്ഷെ ആ രൂപം വേദന അറിയുന്നില്ല. അത് വീണ്ടും വീണ്ടും കൈകൾ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടിരുന്നു. ലോറി ഒരു വലിയ ഇറക്കത്തിലേക്ക് കടന്നു. മുൻപിലൊരു വലിയ പാലം കാണാം. കല്ലടയാറിന് കുറുകെയുള്ള പാലം. ഡ്രൈവർ വണ്ടി പാലത്തിലേക്ക് കയറ്റി. പാലത്തിൻ്റെ പകുതി എത്തിയപ്പോൾ മുകളിൽ നിന്നും ആ രൂപം താഴേക്ക് വിനയിൻ്റെ വശത്തെ ഡോറിലേക്ക് തൂങ്ങിയിറങ്ങി. അതിൻ്റെ വെട്ടിമാറ്റപ്പെട്ട കഴുത്ത് പൊട്ടിയ ജനലിന് നേരെ മുമ്പിലായെത്തി. ആ കഴുത്തിലെ മാംസത്തിൽ കാറ്റ് തട്ടി വിറയ്ക്കുന്നത് വിനയ് കണ്ടു. അത് നിന്റെ രണ്ട് കൈകളും ഉപയോഗിച്ച് ഡോർ പുറത്തേക്ക് വലിച്ചു പൊളിക്കാൻ തുടങ്ങി. വാതിലിൻ്റെ ലോക്ക് ഒടിയുന്ന ശബ്ദം കേട്ടു. വാതിൽ എപ്പോൾ വേണമെങ്കിലും തുറന്നു പോകാം. വിനയ് ഡോറിൻ്റെ വശങ്ങളിൽ രണ്ട് കാലുകളും വെച്ച് ഉള്ളിലേക്ക് പൂർണ്ണ ശക്തിയോടെ വലിച്ചു പിടിച്ചു. ഡോറിൻ്റെ മുകൾ ഭാഗത്തെ ഹിഞ്ചറുകൾ പൊട്ടി. വാതിൽ പകുതിയും പുറത്തേക്ക് തുറന്നു കഴിഞ്ഞു. ആ വലിയ രൂപം ക്യാബിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. വെട്ടിമാറ്റപ്പെട്ട കഴുത്തിലെ മാംസകഷ്ണങ്ങൾ വിനയിൻ്റെ മുഖത്തിന് നേരെ മുൻപിലെത്തി. ചേട്ടാ, വണ്ടി ഇടത്തേക്ക് വെട്ടിക്കേ, വിനയ് ഉറക്കെ അലറി. ഡ്രൈവർ ഒന്നും ചിന്തിച്ചില്ല. അയാൾ സ്റ്റിയറിംഗ് വീൽ മുഴുവനായും ഇടതുവശത്തേക്ക് തിരിച്ചു. വലിയ ഭാരമുള്ള ആ തടി ലോറി പാലത്തിൻ്റെ ഇടതുവശത്തെ കോൺക്രീറ്റ് ഭിത്തിയിലേക്ക് ഇടിച്ചു കയറി. കോൺക്രീറ്റും ലോറിയുടെ ഇരുമ്പും തമ്മിൽ ഉരഞ്ഞ് തീപ്പൊരി ചിതറി. ആ ഇടിയിൽ ലോറിക്കും പാലത്തിൻ്റെ വലിയ ഭിത്തിക്കുമിടയിൽ ആ രൂപം കുടുങ്ങി. ലോറിയുടെ അപാരമായ വേഗതയും ഭാരവും കാരണം ആ വലിയ ശരീരം കോൺക്രീറ്റിൽ കിടന്ന് ഞെരിഞ്ഞമർന്നു. മാംസവും എല്ലുകളും ചതയുന്ന ഭയാനകമായ ശബ്ദം ക്യാബിനുള്ളിൽ കേട്ടു. രണ്ടാമത്തെ വലിയ കുരുക്കത്തിൽ ലോറിയുടെ വാതിൽ പൂർണ്ണമായും തകർന്ന് താഴേക്ക് വീണു. ഒപ്പം ആ രൂപവും. പാലത്തിൻ്റെ ഭിത്തിയിൽ തട്ടി അത് താഴേക്ക് തെറിച്ചു. കല്ലടയാറിലെ കൂറ്റൻ പാറക്കൂട്ടങ്ങൾക്കിടയിലെ വെള്ളത്തിലേക്ക് അത് വീഴുന്നത് വിനയ് കണ്ടു. വെള്ളത്തിൽ വലിയൊരു ഓളമുണ്ടായി. പിന്നെ എല്ലാം ശാന്തമായി. ഇരുട്ടു മാത്രം. ഡ്രൈവർ വേഗം വണ്ടി തിരിച്ച് റോഡിൻ്റെ നടുവിലേക്ക് കയറ്റി. വാതിലില്ലാത്തതിനാൽ പുറത്തേക്കാറ്റ് അതിശക്തമായി ക്യാബിനുള്ളിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. വിനയ് ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് ചുരുണ്ടുകൂടിയിരുന്നു. അവൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാലിലെ മുറിവിൽ നിന്നുള്ള ചോര
തറയിൽ തളം കെട്ടി നിന്നു. ഡ്രൈവർ ഒന്നും മിണ്ടിയില്ല. അയാളുടെ കണ്ണുകൾ മുൻപിലെ റോഡിൽ മാത്രമായിരുന്നു. ആക്സിലേറ്ററിൽ നിന്നും അയാൾ കാൽ മാറ്റിയില്ല. വണ്ടി അതിവേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു. ഏകദേശം 10 മിനിറ്റുകൾക്ക് ശേഷം ദൂരെ വെളിച്ചം കണ്ടു തുടങ്ങി. തെന്മല ടൗൺ. കടകൾ മിക്കതും അടച്ചിരിക്കുന്നു. എങ്കിലും വഴിവിളക്കുകളുണ്ട്. പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള ലൈറ്റിൻ്റെ ചുവട്ടിലേക്ക് ഡ്രൈവർ ലോറി കൊണ്ടുപോയി നിർത്തി. ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയപ്പോൾ അയാൾ സ്റ്റിയറിങ്ങിലേക്ക് തല വെച്ച് കരഞ്ഞുപോയി. വിനയ് പതുക്കെ തല ഉയർത്തി പുറത്തേക്ക് നോക്കി. പോലീസുകാർ ഓടി വരുന്നുണ്ട്. തകർന്ന ജനലും വാതിലുമില്ലാത്ത ലോറിയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വിനയെയും കണ്ട് അവർ അമ്പരന്നു. വിനയെ അവർ പുറത്തിറക്കി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മുറിവുകൾ തുന്നിക്കെട്ടി. ഡോക്ടർ അവന് മരുന്നുകൾ നൽകി. പോലീസ് ഡ്രൈവറെ ചോദ്യം ചെയ്തു. കാട്ടിൽ വെച്ച് വലിയൊരു വന്യമൃഗം ആക്രമിച്ചതാണെന്നാണ് അയാൾ പറഞ്ഞത്. വിനയനോട് ചോദിച്ചപ്പോഴും അവൻ അത് തന്നെ പറഞ്ഞു. തലയില്ലാത്ത മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. ഒരുപക്ഷെ തനിക്ക് ഭ്രാന്താണെന്ന് അവർ കരുതും. ലോറിയുടെ തകർച്ച കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പറ്റിയതാണെന്ന നിഗമനത്തിൽ പോലീസും എത്തി. പിറ്റേന്ന് രാവിലെ വിനയന്റെ കൂട്ടുകാർ ആശുപത്രിയിലെത്തി. തലേ ദിവസം രാത്രി മുഴുവൻ അവർ അവനെ കാട്ടിൽ തിരയുകയായിരുന്നു. വിനയ് അവരോട് ഒന്നും പറഞ്ഞില്ല. കടുത്ത പനി കാരണം അവന് കാര്യമായൊന്നും സംസാരിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. 2 ദിവസത്തിന് ശേഷം വിനയ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി. കൂട്ടുകാരുടെ കൂടെ കാറിൽ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ദൂരെ പശ്ചിമഘട്ടത്തിൻ്റെ വലിയ മലനിരകൾ കാണാം. ആ കാടിനുള്ളിൽ 13 കണ്ണറ പാലത്തിന് താഴെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ആ പഴയ പാളമുണ്ട്. അവിടെ ആ വലിയ മരത്തിൽ അയാൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ടാകും. നഷ്ടപ്പെട്ട തൻ്റെ തലയും തിരഞ്ഞ് ആ കരിങ്കൽ ചീളുകൾക്കിടയിൽ. അത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു തിരച്ചിലാണ്.